മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്നേഹബന്ധങ്ങളിൽ ഒന്നിന്റെ അടയാളമാണ് വരിവരിയായി നീങ്ങുന്ന ഈ ആളുകൾ. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഖബറിനരികിൽ ചെന്ന് ഒരു സലാം പറയാനെത്തുന്നവരുടേതാണ് അണമുറിയാത്ത ഈ പ്രവാഹം. എത്രയോ തലമുറകളുടെ സ്വപ്ന സായുജ്യമായിരുന്ന മദീന റൗള മുനവ്വറയിലേക്ക് എത്തുകയാണവർ. മരണശേഷം തന്റെ ഖബറിനരികിൽ വന്ന് സലാം പറയുന്നവർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ കാണാൻ വന്നവരെ പോലെയാണെന്നാണ് നബി തിരുമേനി ഒരിക്കൽ പറഞ്ഞത്. മുഹമ്മദ് നബി മരണമടഞ്ഞ് 14 നൂറ്റാണ്ടുകൾക്ക് ശേഷവും മദീന ഇന്നും ജനകോടികളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ ഒരിക്കലെങ്കിലും എത്തിപ്പെടാൻ കൊതിക്കാത്ത ഒരു മുസ്ലിമും ലോകത്തുണ്ടാവില്ല. ദൈവപ്രീതി ആഗ്രഹിച്ച് ഇസ്ലാമിൽ തീർത്ഥാടനം കൽപ്പിക്കപ്പെട്ട 3 പള്ളികളിൽ നബി തിരുമേനി ആദ്യം എണ്ണിപ്പറഞ്ഞ ദേവാലയമാണ് മസ്ജിദുൻ നബവി എന്ന മദീന മസ്ജിദ്. തിരുനബി സ്വന്തം കൈകൾ കൊണ്ട് പടുത്തുയർത്തിയ, അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വൈകാരിക പ്രാധാന്യമുള്ള ഒരിടം. ഇസ്ലാമിന്റെ ഭരണ തലസ്ഥാനമായിരുന്ന മദീന പള്ളിയുടെ അകത്തുള്ള ചില വിശേഷ കാഴ്ചകളിലേക്കും ഈ നഗരം കാത്തുസൂക്ഷിച്ച ചില ചരിത്രശേഷിപ്പുകളിലേക്കുമാണ് അടുത്ത 2 ലക്കങ്ങളിലായി ജേർണിയിസ്റ്റിന്റെ യാത്രകൾ. മദീന കാണാത്തവർ ജീവിതത്തിൽ ഒന്നും കാണാത്തവനെ പോലെയാണെന്നാണ് ഒരു മുസ്ലിം സങ്കല്പം. പ്രവാചകനെ പ്രകീർത്തിക്കുന്ന കഥകളിലൂടെയും പാട്ടുകളിലൂടെയുമാണത് വളർന്നുണ്ടായത്. മദീനയിലേക്കെത്തുന്ന മനുഷ്യസഞ്ചയത്തിന്റെ മുഖത്തുനിന്നും മുഹമ്മദ് നബി അവരിൽ ഓരോരുത്തർക്കും എന്തുമാത്രം പ്രിയങ്കരനാണെന്ന് വായിച്ചെടുക്കാനാവും. 10 ലക്ഷം പേരെയാണ് ഒരേ സമയം ഇന്ന് മസ്ജിദുൻ നബവിക്ക് ഉൾക്കൊള്ളാനാവുക. ഈ ആൾക്കൂട്ടമാകട്ടെ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നതും കാണാനുണ്ട്. പ്രവാചകൻ മദീനയിലെത്തിയ അതേ വർഷം ക്രിസ്തബ്ദം 623 പണിത 1085 മീറ്റർ ചതുരശ്ര വിസ്തൃതിയുണ്ടായിരുന്ന പള്ളിയുടെ വിസ്തീർണമെന്ന് 4,16,475 ചതുരശ്ര മീറ്ററായി വർദ്ധിച്ചിരിക്കുന്നു. മദീനയിൽ പ്രവാചകന്റെ ഒട്ടകം മുട്ടുകുത്തിയ അതേ സ്ഥലത്തായിരുന്നു മസ്ജിദ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഈ സ്ഥലം സൗജന്യമായി വാഗ്ദാനം ചെയ്ത് സാഹിൽ എന്നും സുഹൈൽ എന്നും പേരുള്ള 2 അനാഥരായ സഹോദരന്മാർ നബിയെ സമീപിച്ചു. അവരിൽ നിന്നും സൗജന്യമായി സ്വീകരിക്കാതെ അബു അയ്യൂബുൽ അൻസാരി എന്ന മദീനയിലെ തന്റെ ആതിഥേയനോട് ഈ സഹോദരന്മാർക്ക് പണം നൽകാൻ ആവശ്യപ്പെടുകയാണ് തിരുനബി ചെയ്തത്. അതോടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വഖഫ് ദാതാവായി അൻസാരി മാറുകയും ചെയ്തു. അന്ന് മേൽപ്പുരയില്ലാതെ പണിത പള്ളിയുടെ മുകൾ ഭാഗത്ത് ഇന്ന് കാലത്തിനൊത്ത മച്ചും മകുടങ്ങളും നിരന്നു നിൽക്കുന്നു. ആവശ്യമെങ്കിൽ നിരക്കി നീക്കാൻ പോലും കഴിയുന്നവയാണ് ഈ മകുടങ്ങൾ. പള്ളിയുടെ മുറ്റത്ത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തുറക്കുന്ന 250 കുടകൾ 1,43,000 ചതുരശ്ര മീറ്റർ സ്ഥലത്തേക്ക് കൂടി വിശ്വാസികൾക്ക് തണലൊരുക്കുന്നു. മദീന മസ്ജിദിന്റെ അപൂർവ ദൃശ്യഭംഗികളിലൊന്നാണ് 2010 4.7 ബില്യൺ റിയാൽ, അതായത് 1,02,000 കോടി ഇന്ത്യൻ രൂപ ചെലവിൽ സ്ഥാപിച്ച ഈ യന്ത്രക്കുടകൾ. കാലത്ത് 7 മണിക്ക് തുറക്കുകയും വൈകുന്നേരം 5 മണിയോടെ അടക്കുകയും ചെയ്യുന്ന ഈ കുടകൾ ചില സീസണുകളിൽ പൂർണ്ണമായും തുറന്നു വെക്കാറുണ്ട്. സൗദി അറേബ്യയിലെ പ്രശസ്ത കോൺട്രാക്ടിംഗ് കമ്പനിയായ ബിൻ ലാദിൻ ഗ്രൂപ്പ് ആയിരുന്നു ഈ പ്രൊജക്ട് നടപ്പാക്കിയത്. പ്രാർത്ഥനയ്ക്കെത്തുന്നവർക്ക് തണലും ഒപ്പം കഠിനമായ ചൂടിൽ നിന്ന് രക്ഷയൊരുക്കാൻ അന്തരീക്ഷ ഈർപ്പം നിലനിർത്തുന്ന പ്രത്യേക ഫാനുകളും പള്ളിയുടെ മുറ്റത്തുണ്ട്. 41 കവാടങ്ങളാണ് മസ്ജിദിന് ഇപ്പോഴുള്ളത്. പ്രവാചകന്റെ കാലത്ത് 3 ഗേറ്റുകളെ മസ്ജിദിന് ഉണ്ടായിരുന്നുള്ളൂ. 12 മുതൽ 14 വരെയും 23 മുതൽ 30 വരെയുമുള്ള ഗേറ്റുകളിലൂടെ സ്ത്രീകൾക്കും ശേഷിച്ചവയിലൂടെ പുരുഷന്മാർക്കും അകത്തേക്ക് പ്രവേശിക്കാനാവും. ബാബു നിസ എന്ന പേരിൽ 39-ാം നമ്പർ ഗേറ്റും സ്ത്രീകൾക്കു മാത്രമാണ്. മസ്ജിദിലേക്കുള്ള 1ാമത്തെ ഗേറ്റിനെയാണ് ബാബുസലാം എന്ന് വിളിക്കുന്നത്. സമാധാനത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഈ വഴിയിലൂടെയാണ് നിലവിൽ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന, നേരത്തെ അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്നിടത്തേക്ക് പ്രവേശിക്കുന്നത്. 1ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖിന്റെയും 2ാം ഖലീഫ ഉമർ ബിൻ ഖത്താബിന്റെയും 3ഉം 4ഉം ഖലീഫമാരായ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെയും അലി ബിൻ അബി താലിബിന്റെയും പേരുകളിലും ഇമാം ബുഖാരിയുടെയും പ്രമുഖ സഹാബിവര്യനായിരുന്ന ബിലാൽ ബിൻ റബാഹിന്റെയും വിവിധ കാലഘട്ടങ്ങളിൽ മസ്ജിദ് നവീകരണത്തിന് മുൻകൈയെടുത്ത ഭരണാധികാരികളുടെയും പേരുകളിൽ പള്ളിക്ക് പ്രവേശന കവാടങ്ങളുണ്ട്. ബദർ ഉഹുദ് യുദ്ധങ്ങളെ അനുസ്മരിപ്പിക്കുന്നവയാണ് യഥാക്രമം 19ഉം 23ഉം നമ്പറുകളിലുള്ള ഗേറ്റുകൾ. 4ാം നമ്പർ ഗേറ്റിന്റെ പേരാണ് ഹിജ്റ. ഇസ്ലാം മത വിശ്വാസികൾക്ക് മക്കയിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്ന കാലഘട്ടത്തെയാണ് ഈ ഗേറ്റ് ഓർമ്മിപ്പിക്കുന്നത്. 2ാം ഖലീഫ ഉമർ ബിൻ ഖത്താബിന്റെ കാലത്താണ് പള്ളിയുടെ പ്രഥമ വികസനം നടന്നത്. കൂടുതൽ വിശ്വാസികളെ ഉൾക്കൊള്ളാനായി പിന്നീട് ഖലീഫ ഉസ്മാന്റെ കാലത്തും
ഉമയ്യദ് ഖലീഫമാരുടെ കാലത്തും മസ്ജിദ് കൂടുതൽ ഏരിയകളിലേക്ക് വിപുലീകരിച്ചു. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഗവർണറായിരുന്ന കാലത്താണ് മദീന മസ്ജിദിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉറപ്പുവരുത്തുന്ന രീതിയിൽ അന്ന് മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായി മസ്ജിദുൻ നബവി പുതുക്കിപ്പണിതത്. മസ്ജിദിന്റെ വിസ്തൃതി അന്ന് 5 ഇരട്ടിയായി വർദ്ധിച്ചു. 3 വർഷമെടുത്തു ഈ പുനർനിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ. ബൈസന്റൈൻ ചക്രവർത്തിമാരിൽ നിന്നാണ് ഇതിനാവശ്യമായ മൊസൈക്ക് മദീനയിൽ എത്തിച്ചത്. അത് വിരിക്കാനായി ഗ്രീസിൽ നിന്ന് കൽപ്പണിക്കാരെയും കൊണ്ടുവന്നു. പള്ളിക്ക് ആദ്യമായി 4 മിനാരങ്ങൾ സ്ഥാപിക്കപ്പെട്ടതും ഇക്കാലത്താണ്. അതേസമയം പ്രവാചകന്റെ വീട് ഈ പുനർനിർമ്മാണ വേളയിൽ ഇല്ലാതാവുകയും ചെയ്തു. തുർക്കി സുൽത്താൻമാരാണ് എടുത്തു പറയേണ്ട രീതിയിൽ പള്ളിയിൽ പിൽക്കാലത്ത് പുനർനിർമ്മാണം നടത്തിയവർ. ദ മഗ്നിഫിഷ്യന്റ് എന്നുകൂടി അറിയപ്പെട്ടിരുന്ന സുലൈമാൻ ചക്രവർത്തി മസ്ജിദിന് സുലൈമാനിയ എന്നൊരു പുതിയ മിനാരം പണിതു. നബി തിരുമേനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ മിഹ്റാബിന് പുറമെ അഹ്നഫ് എന്ന പേരിൽ പുതിയൊരു മിഹ്റാബും അദ്ദേഹം തയ്യാറാക്കി. ഇവ രണ്ടും ഇപ്പോഴുമുണ്ട്. പ്രവാചകനോടുള്ള ബഹുമാനാർത്ഥം പിന്നീട് വന്ന ഖലീഫമാരാരും അദ്ദേഹത്തിന്റെ പ്രസംഗപീഠത്തിന്റെ അവസാനത്തെ പടവ് വരെയും കയറി നിൽക്കാറുണ്ടായിരുന്നില്ല. സുലൈമാൻ ചക്രവർത്തി ഈ പാരമ്പര്യത്തെ നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയൊരു മിമ്പർ തന്നെ പണി കഴിപ്പിച്ചത്. മറ്റൊരു തുർക്കിഷ് സുൽത്താൻ മഹ്മൂദിന്റെ കാലത്ത് 1817 പ്രവാചകന്റെ ഖബറിനു മേൽ ഇന്നുള്ള മകുടം സ്ഥാപിക്കപ്പെടുന്നത്. 1837 ഈ മകുടത്തിന് ഇന്നുള്ള പച്ച നിറം തേച്ചുപിടിപ്പിച്ചു. സുൽത്താൻ അബ്ദുൽ മജീദിന്റെ കാലത്ത് പള്ളിയുടെ വിസ്തീർണം 1293 ചതുരശ്ര മീറ്ററായി വർദ്ധിപ്പിച്ചു. 13 വർഷം നീണ്ട ഈ വിപുലീകരണ കാലത്ത് സുലൈമാനിയ മിനാരവും മിഹ്റാബുകളും ഒഴിച്ച് മിക്ക ഭാഗങ്ങളും പുതുക്കിപ്പണിഞ്ഞു. ഖുർആൻ പഠിപ്പിക്കാനായി പള്ളിയിൽ ഒരു മദ്രസ ആരംഭിച്ചതും ഈ കാലത്താണ്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സൗദ് ബിൻ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ കലാപം മദീനയുടെ നിയന്ത്രണം കൈയടക്കിയതോടെ പഴയ നിർമ്മിതികളിൽ ചിലത് തകർക്കപ്പെടുന്നതിന്റെ കൂടി കാലമെത്തി. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മതപരിഷ്കർത്താവിന്റെ ആശയങ്ങളെയാണ് സൗദ് പിന്തുണച്ചത്. പള്ളിയോട് ചേർന്ന് കെട്ടിപ്പൊക്കിയ ഖബറുകളും താഴികക്കൊടുകളുമൊക്കെ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസ സങ്കല്പങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന ന്യായം നിരത്തി അവർ തല്ലി തകർത്തു. പച്ച താഴികക്കുട മാത്രമാണ് വഹാബികൾ ബാക്കിവെച്ചത്. അത് തകർക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണെന്നും അതല്ല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്നെയും ഈ താഴികക്കുടം തകർക്കുന്നതിന് എതിരായതുകൊണ്ടാണ് അത് ബാക്കിയായതെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ പ്രവാചകന്റെ മക്ബറയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന സ്വർണത്തിന്റെയും രത്നങ്ങളുടെയും ഒക്കെ ആഭരണങ്ങൾ ഇക്കാലത്ത് വഹാബികൾ ഇളക്കിയെടുത്തു. പിന്നീട് 1925 അബ്ദുൽ അസീസ് രാജാവിന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ പുതിയ ഭരണകൂടം നിലവിൽ വന്നു. ഇതോടെ സുലൈമാൻ ചക്രവർത്തിയും അബ്ദുൽ മജീദ് ഒന്നാമനും സ്ഥാപിച്ച മിനാരങ്ങളും അപ്രത്യക്ഷമായി. പിന്നീട് ഫൈസൽ രാജാവിന്റെയും ഫഹദ് രാജാവിന്റെയും സൽമാൻ രാജാവിന്റെയും ഒക്കെ കാലത്ത് മസ്ജിദുൻ നബവി തിരിച്ചറിയാനാവാത്ത വിധം ആധുനികവൽക്കരിക്കപ്പെടുകയും വിപുലീകരിക്കപ്പെടുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ 2023 ജനുവരിയിൽ പുതിയൊരു നവീകരണ പദ്ധതി കൂടി മസ്ജിദുൻ നബവിയിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. 2 ദശലക്ഷം പേരെ ഒരേ സമയം ഉൾക്കൊള്ളാനാവുന്ന നിർമ്മാണ പ്രവൃത്തികളാണ് പുതിയ പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. റൗദ ഷെരീഫ് അഥവാ സ്വർഗത്തിലെ പൂന്തോട്ടമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മദീന പള്ളിയുടെ ഭാഗമാണ് അതിന്റെ പഴമയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരിടം. പ്രവാചകന്റെ വീടിനും അവിടുന്ന് കുത്തുബ പറഞ്ഞ മിമ്പറിനുമിടയിലെ ചെറിയ ഒരിടമാണിത്. റൗദ ഷെരീഫിലെ പ്രാർത്ഥനകൾക്ക് മറ്റേത് പള്ളിയിലേക്കാളും പുണ്യമുള്ളതുകൊണ്ട് ഇവിടെ അല്പനേരം ഇരിക്കാൻ വലിയ തിക്കും തിരക്കുമാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഒരു പ്രത്യേക ആപ്പ് വഴി രജിസ്റ്റർ ചെയ്ത് സമയം നിശ്ചയിച്ചു മാത്രമേ ഇന്ന് റൗദയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അരമണിക്കൂറാണ് ഒരു തീർത്ഥാടകന് അനുവദിക്കുന്നത്. ഇവിടെ നിന്നും പുറത്തേക്ക് കടക്കുന്ന വഴിയിലാണ് നബി തിരുമേനിയുടെയും ആദ്യത്തെ 2 ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബിന്റെയും ഖബറുകൾ സ്ഥിതി ചെയ്യുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ ഖബറുകൾ കാണാൻ കഴിയില്ല. ഈ മക്ബറയിലേക്ക് തുരങ്കമുണ്ടാക്കാൻ മുമ്പൊരിക്കൽ ചിലർ ശ്രമിച്ചതിനെ തുടർന്ന് ചുറ്റിലും ആഴത്തിൽ കുഴിയെടുത്ത് ഈയം കൊണ്ടുള്ള മതിൽ കെട്ടിയും അകത്തേക്ക് കാണാനാവാത്ത വിധം കമ്പിവേലി കൊണ്ട് പൊതിഞ്ഞ അവസ്ഥയിലുമാണ് നിലവിൽ നബിയുടെയും ഖലീഫമാരുടെയും ഖബറുകളുള്ളത്. ആരാധനാലയം എന്നതിനൊപ്പം ചരിത്രത്തിലുടനീളം ഭരണസിരാ കേന്ദ്രവും ഇസ്ലാമിക പഠന കേന്ദ്രവും നീതി നിർവഹണ കേന്ദ്രവുമൊക്കെയായിരുന്നു മസ്ജിദുൻ നബവി. കോവിഡ് സമയത്തൊഴികെ ഒരിക്കൽ പോലും മദീന മസ്ജിദ് രാത്രിയിൽ സഞ്ചാരികൾക്ക് മുമ്പിൽ അടച്ചിട്ട ചരിത്രമുണ്ടായിട്ടില്ല.
അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെയും ഇസ്ലാമിന്റെയും ചരിത്രവുമായി ബന്ധപ്പെട്ട ധാരാളം സവിശേഷതകളാണ് ഈ മസ്ജിദ് സമുച്ചയത്തിനകത്തുള്ളത്. 1909 തുർക്കി സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ കാലത്ത് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായി വൈദ്യുതി എത്തിയത് മദീന പള്ളിയിലാണ്. 14-ാം നൂറ്റാണ്ട് മുതൽ 2015 വരെയും റൗദ ഷെരീഫിന്റെ സുരക്ഷാ മേൽനോട്ടം വഹിച്ചിരുന്നത് അബീസീനിയയിൽ നിന്നുള്ള ഹിജ്റകളായിരുന്നു. അവരിൽ ശേഷിച്ച അവസാനത്തെ 5 പേർ 2015 സർവീസിൽ നിന്നും വിരമിച്ചത്. സ്ത്രീകളും പുരുഷന്മാരുമായ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരാണ് അതിനുശേഷം തീർത്ഥാടകരെ അതാത് സമയങ്ങളിൽ നിയന്ത്രിച്ചു വരുന്നത്. മസ്ജിദിന്റെ ചരിത്രവും ഇസ്ലാമിന്റെ വളർച്ചയും അടയാളപ്പെടുത്തുന്ന നിരവധി പ്രദർശനങ്ങളും മസ്ജിദുൻ നബവിയിലുണ്ട്. മക്കയുടെയും മദീനയുടെയും ചരിത്ര ശേഷിപ്പുകളെക്കുറിച്ച കൂടുതൽ വിശേഷങ്ങൾ മറ്റൊരു ലക്കത്തിൽ. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.